റോ കയറ്റിവിട്ട ഇന്ത്യൻ ചാരൻ പാകിസ്ഥാനിൽ പട്ടാള മേജർ വരെയായി. ഹിസ്ബുൾ മുജാഹിദിനിലേക്ക് നുഴഞ്ഞു കയറിയ മേജർ മോഹിത്. ഹിന്ദുക്കൾ എന്താ ഇത്ര ഭീരുക്കളായി പോയതെന്ന് ഇനി ഭീകരർ പറയില്ല. ദുരന്തർ സിനിമ ഓർമ്മിപ്പിക്കുന്ന ഇന്ത്യയുടെ അജ്ഞാത രക്ഷകരുടെ കഥ അറിയാം ഇൻഡെപ്തിലൂടെ. അജ്ഞാതർ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ വധിച്ചു. അജ്ഞാതൻ കാനഡയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിവന്ന സിഖ് നേതാവിനെ വെടിവെച്ചു കൊന്നു. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ ഈയിടെ നാം കേട്ടിട്ടുണ്ടല്ലേ. ഇന്ത്യയുടെ ശത്രുക്കൾ ലോകവ്യാപകമായി കൊല്ലപ്പെടുകയാണ്. കാനഡയിൽ വെച്ച്, UK-യിൽ വെച്ചും, കറാച്ചിയിൽ വെച്ചും, POK-യിൽ വെച്ചുമൊക്കെ. ഭാരതത്തിന്റെ ശത്രുക്കൾ അജ്ഞാതരാൽ വെടിയേറ്റ് കാലപുരി കൈക്കപ്പെടുന്ന കാലമാണിത്. ഇന്നുവരെ ഒരു അജ്ഞാതനെയും പിടികൂടപ്പെട്ടിട്ടില്ല. കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ ഭാരതം അത് ഔദ്യോഗികമായി നിഷേധിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്ക് ഇന്ന് ഇസ്രായേലിന്റെ മൊസാദിനോട് കിടപിടിക്കുന്ന വലിയൊരു ചാര ശൃംഖലയുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ദ ടെലഗ്രാഫും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ പലതവണ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ അജ്ഞാത രക്ഷകർ പാകിസ്ഥാനെ പോലുള്ള ശത്രുരാജ്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ആർക്കും അറിയില്ല. സത്യം ചിലപ്പോൾ കെട്ടുകഥയേക്കാൾ ഭീകരമായിരിക്കും. അതാണ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന അതിഗംഭീര സിനിമയെടുത്ത ആദിത്യ ധർ സംവിധാനം ചെയ്ത 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള പുതിയ സിനിമ ധുരന്തർ ഓർമ്മിപ്പിക്കുന്നത്. രൺവീർ സിംഗ് നായകനായി വന്ന ചിത്രം ദിവസങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ തരംഗമായി. ISIS തൊട്ട് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ ചിത്രത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. എത്രമാത്രം പൊരുതിയാണ് ഇന്ത്യ എന്ന കൊച്ചു രാഷ്ട്രം നിലനിൽക്കുന്നതെന്ന് ഈ ചിത്രം കണ്ടാൽ ബോധ്യപ്പെടും. പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറി ഒരു മുൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ പാക് ഭീകരവാദ സംഘങ്ങളെ നേരിടുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ആരാണ് അയാൾ? അങ്ങനെ ഒരു കഥാപാത്രം സത്യമാണോ മിഥ്യയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയരുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലായരി ഗ്യാങ്സ്റ്റർ ഇന്ത്യയിലെ എങ്ങനെയാണ് ഭീകരവാദം ആസൂത്രണം ചെയ്യുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ധുരന്തർ. പാകിസ്ഥാനിലെ കറാച്ചിയിലെ ലായരി പ്രദേശത്തെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന സംഘടിത കുറ്റകൃത്യ സംഘങ്ങളെയും അവരുടെ നേതാക്കളെയും ഗ്യാങ്ങിന്റെ കഥയും അതിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും എല്ലാം ചിത്രം കാണിച്ചു തരുന്നുണ്ട്. കാണ്ഡഹാർ ഹൈജാക്ക് കാണിച്ചാണ് ചിത്രം തുടങ്ങുന്നത്. നിങ്ങൾ ഹിന്ദുക്കൾ എന്താ ഇത്ര ഭീരുക്കളായി പോയതെന്ന ചോദ്യത്തോടെയാണിത്. കാണ്ഡഹാർ വിമാനം റാഞ്ചൽ സംഭവത്തിൽ അഫ്ഗാൻ മണ്ണിൽ തടവുകാരെ മോചിപ്പിക്കാൻ എത്തുന്ന മാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ അജയ് സന്യാലിനോട് വിമാനം റാഞ്ചിയ ഭീകരവാദി പരിഹാസത്തോടെ ചോദിക്കുന്നതാണ് ഈ ചോദ്യം. ഹിന്ദുക്കൾ ഇത്ര ഭീരുക്കളാണോ എന്ന് പരിഹസിച്ച ഭീകരൻ സഹൂർ മിസ്ത്രിയാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ നേതാവാകുന്നത്. പക്ഷേ 2022-ൽ കറാച്ചിയിൽ അജ്ഞാതരുടെ വെടിയുണ്ടയേറ്റ സഹൂർ മിസ്ത്രി കൊല്ലപ്പെടുമ്പോൾ അത് ഇന്ത്യയുടെ മധുര പ്രതികാരം കൂടിയാണ്. അന്ന് മിസ്ത്രിയടക്കം നമ്മുടെ ആത്മാഭിമാനത്തെ പുച്ഛിച്ചു നേടിയത് മസൂദ് അസറിനെയാണ്. പിന്നീട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ച അയാൾ പാർലമെന്റ് ആക്രമണം നടത്തി. തുടർ ഭീകരാക്രമണങ്ങൾ കണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പാകിസ്ഥാനിലേക്ക് കൗണ്ടർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. ആ കൗണ്ടർ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ധുരന്തർ. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഈ പേര് വന്നത്. മുംബൈ ആക്രമണത്തിലെ ഒറിജിനൽ ശബ്ദ സന്ദേശങ്ങൾ 2 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഞെട്ടിത്തരിക്കുന്ന നിമിഷങ്ങളാണത്. 2 യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രമാണ് ധുരന്തർ എന്നാണ് പറയുന്നത്. ശക്തമായ തിരക്കഥയിലൂടെ മികച്ച സ്പൈ ത്രില്ലർ ഒരുക്കിയിരിക്കുകയാണ് ആദിത്യ ധർ. മുംബൈ 26/11 ആക്രമണം കറാച്ചിയിലെ ലായരി ഗ്യാങ്സ്റ്ററിന്റെ ഇന്ത്യയിലെ ഭീകരാക്രമണ പദ്ധതിയാണ്. അതാണ് ഈ സിനിമയുടെ പ്രധാന തന്തു. പാകിസ്ഥാനിൽ നിന്നും എങ്ങനെ ഇന്ത്യയിൽ ഭീകരാക്രമണം പ്ലാൻ ചെയ്തു, ഇന്ത്യക്കകത്ത് എങ്ങനെ നടപ്പാക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ചിത്രം പറയുന്നത്. പൂർണ്ണമായും പാകിസ്ഥാന്റെ വീക്ഷണകോണിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവർ എത്രമാത്രം പകയോടും വിദ്വേഷത്തോടുമാണ് ഇന്ത്യയോട് പെരുമാറുന്നതെന്ന് ചിത്രം പറയുന്നുണ്ട്. രൺബീറിന്റെയും മുകേഷ് ഖന്നയുടെയും കിടിലൻ പ്രകടനം ചിത്രത്തെ വേറിട്ടതാക്കും. ഇനി ഇതിന് 2ാം ഭാഗം വരുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്കുകൾ പൂർണ്ണമായും പറയുന്നത്. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ എത്ര കഷ്ടപ്പെട്ടാണ് വിവിധ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്യുന്നതെന്നും ചിത്രം പറയുന്നു. റോയുടെ ചരിത്രത്തിലും ഒരുപാട് വീരനായകന്മാരുണ്ട്. പക്ഷേ രാജ്യരഹസ്യമായതിനാൽ അത് അധികം ചർച്ചയായിട്ടില്ല. ഈ സിനിമയുണ്ടാക്കിയ ഏറ്റവും വലിയ ഗുണം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അത്തരം ചില വീരന്മാരുടെ കഥയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രചാരം ലഭിച്ചു എന്നതാണ്. ദുരന്തറിലെ നായകൻ എന്ന പേരിൽ അവരുടെ കഥകൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. ദുരന്തർ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ കേൾക്കുന്ന പേരാണ് ഇത്. ബ്ലാക്ക് ടൈഗർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിൽ മേജറായി വരെ മാറിയ ഇന്ത്യൻ ചാരൻ രവീന്ദ്ര കൗശിക്കിന്റെ കഥ. പക്ഷെ അദ്ദേഹത്തിന്റെ കഥയാണ് ദുരന്തർ എന്നത് ശരിയല്ല എന്ന് ചിത്രം കാണുമ്പോൾ വ്യക്തമാകും.
കാരണം കൗശിക്കിന്റെ കാലഘട്ടത്തിലല്ല കാണ്ഡഹാർ വിമാന റാഞ്ചൽ നടക്കുന്നത്, തൊട്ടടുത്തുള്ള കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. പക്ഷേ ബ്ലാക്ക് ടൈഗറിന്റെ പല കാര്യങ്ങളും ചിത്രത്തിൽ ഉണ്ട് താനും. റോയുടെ ഏറ്റവും വിലപ്പെട്ട രഹസ്യ ആസ്തികളിൽ ഒരാളായി മാറിയാണ് രവീന്ദ്ര കൗശിക് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ മുൻ നാടക കലാകാരൻ വ്യാജ ഐഡന്റിറ്റിയിൽ വർഷങ്ങളായി പാകിസ്ഥാനിൽ പ്രവർത്തിച്ച് താൻ നൽകിയ രഹസ്യാന്വേഷണത്തിലൂടെ ഏകദേശം 20,000 ഇന്ത്യൻ ജീവൻ രക്ഷിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു. 23-ാം വയസ്സിലാണ് കൗശിക് റോയിൽ എത്തിപ്പെടുന്നത്. ഒരു നാടക നടൻ എന്ന കഴിവ് അദ്ദേഹത്തിന് രഹസ്യ ഓപ്പറേഷനുകളിൽ ഗുണകരമായിട്ടുണ്ട്. പരിശീലനത്തിനിടെ ഉറുദു, ഇസ്ലാമിക ആചാരങ്ങൾ, പാകിസ്ഥാൻ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവ പഠിപ്പിച്ചു. തന്റെ പുതിയ റോളിനായി തയ്യാറെടുക്കുന്നതിനായി അദ്ദേഹം പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രവും സംസ്കാരവും ആഴത്തിൽ പഠിച്ചു. ശരിക്കും ഒരു മേക്ക് ഓവർ തന്നെയായിരുന്നു അതെന്നാണ് ബ്ലാക്ക് ടൈഗറിന്റെ ജീവചരിത്രം പഠിച്ചവർ പറയുന്നത്. പാകിസ്ഥാന്റെ സംസാര ശൈലി പോലും അനുകരിച്ച് ഒരിക്കലും പിടികിട്ടാൻ കഴിയാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. റോ കൗശിക്കിനെ നബി അഹമ്മദ് ഷാഗിർ എന്ന പേരിൽ പാകിസ്ഥാനിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഐഡന്റിറ്റിയുടെ എല്ലാ തെളിവുകളും വായിച്ചു. കറാച്ചി സർവകലാശാലയിൽ നിന്നും നിയമം പഠിച്ച അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിൽ ചേർന്നു. മേജറായി ഉയർന്ന പദവികൾ നേടി. അമാനത്ത് എന്ന തദ്ദേശീയ സ്ത്രീയെ വിവാഹം കഴിച്ച ഒരു പിതാവായി. നോക്കണം, ഇന്ത്യൻ ചാരനായ ഒരു മേജർ ഉണ്ടായിട്ടും അവർക്ക് പിടികിട്ടിയില്ല. 1979-നും 1983-നും ഇടയിൽ കൗശിക് ഇന്ത്യൻ ഏജൻസികൾക്ക് രഹസ്യ സൈനിക വിവരങ്ങൾ അയച്ചു. അദ്ദേഹം നൽകിയ വിവരങ്ങൾ നിരവധി അതിർത്തി കടന്നുള്ള സംഭവങ്ങൾ തടയുകയും ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ നടത്തുന്ന നിരവധി ഭീകരാക്രമണങ്ങൾ അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ വെച്ച് തടയപ്പെട്ടു. കൗശിക്കിന്റെ സേവനത്തിൽ ആകർഷനായ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് ദി ബ്ലാക്ക് ടൈഗർ എന്ന രഹസ്യനാമം നൽകിയതെന്നാണ് പറയുന്നത്. റോ അയച്ച ഒരു ചാരന് പറ്റിയ അബദ്ധമാണ് കൗശിക് പിടിക്കപ്പെടുന്നതിലേക്ക് നയിച്ചത്. 1983 കാലത്ത് ബ്ലാക്ക് ടൈഗറിന് ഇന്ത്യയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അത് വലിയ സംശയമായി. അദ്ദേഹം കൂറുമാറിയോ എന്നവരെ സംശയമുയർന്നു. കൗശികിനെ കണ്ടെത്താനായി റോ അയച്ച ചാരൻ പിടിയിലായത് അദ്ദേഹത്തിന് വിനയായി. പാകിസ്ഥാൻ അധികൃതർ കൗശികിനെ അറസ്റ്റ് ചെയ്യുകയും 85-ൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ശിക്ഷ പിന്നീട് ജീവപര്യന്തം തടവായി കുറയ്ക്കപ്പെട്ടു. സിയാൻകോട്ടിലെ ഒരു ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ 2 വർഷത്തെ പീഡനം സഹിച്ച അദ്ദേഹം 16 വർഷം കൂടി മിയാൻ വാലി ജയിലിൽ ചെലവഴിച്ചു. 2001-ൽ ന്യൂ സെൻട്രൽ മുൾത്താൻ ജയിലിൽ ശ്വാസകോശ ക്ഷയരോഗവും ഹൃദ്രോഗവും ബാധിച്ച കൗശിക് മരിച്ചു. ജയിലിന് പിന്നിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. കശ്മീരിലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് നുഴഞ്ഞു കയറിയ ഇന്ത്യൻ സൈനികനായ മേജർ മോഹിത് ശർമ്മയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രൺവീറിന്റെ കഥാപാത്രം എന്ന് നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സംവിധായകൻ ആദിത്യദർ ഇത് നിഷേധിച്ചു. പക്ഷേ ചിത്രം കണ്ട ശേഷം വിലയിരുത്തുമ്പോൾ മോഹിത്തിന്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങളും ഈ സിനിമയിൽ കാണാം. മേജർ മോഹിത് ശർമ്മ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ അശോക ചക്ര മരണാന്തരം ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസറാണ്. 2009 മാർച്ച് 21-ന് ജമ്മു കാശ്മീരിലെ കുപ്വാര സെക്ടറിലെ ഹഫുദ്ര വനത്തിൽ തീവ്രവാദികളുമായി ഏറ്റുമുട്ടലിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പോഴും 4 തീവ്രവാദികളെ കൊല്ലുകയും തനിക്കൊപ്പമുണ്ടായിരുന്ന 2 സഹപ്രവർത്തകരെ രക്ഷിക്കുകയും ചെയ്തു. 2019-ൽ ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ അദ്ദേഹത്തിന്റെ ജന്മനാടായ ഗാസിയാബാദിലെ മെട്രോ സ്റ്റേഷനെ മേജർ മോഹിത് ശർമ്മ മെട്രോ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. മോഹിത്തിന്റെ പിതാവിന്റെ പേര് രാജേന്ദ്ര പ്രസാദ് ശർമ്മ, അമ്മ സുശീല എന്നിങ്ങനെയാണ്. 1995-ൽ ഗസിയാബാദിലെ ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്നും 12ാം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം NGA പരീക്ഷ എഴുതി. 98-ൽ മോഹിത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു. IMA-യിൽ ബറ്റാലിയൻ കേഡറ്റ് അഡ്ജസ്റ്റന്റായി നിയമിതനായി. ബിരുദാനന്തരം മദ്രാസ് റെജിമെന്റിന്റെ 5ാമത്തെ ബറ്റാലിയനിൽ അദ്ദേഹം ഉൾപ്പെട്ടു. 99-ൽ ഡിസംബറിൽ ലഫ്റ്റനന്റായി സ്ഥാനക്കയറ്റം. ഈ സമയത്താണ് അദ്ദേഹം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടത്. രഹസ്യ ഐഡന്റിറ്റികളിൽ തീവ്രവാദ സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറുന്നത് ഉൾപ്പെടുന്ന നിരവധി സാഹസിക പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇഫ്തിഖർ ഭട്ട് എന്ന പേരിൽ ഹിസ്ബുൾ മുജാഹിദിലേക്ക് മോഹിത് നുഴഞ്ഞു കയറി. കട്ടിയുള്ള താടിയുമായി ഒരു തദ്ദേശീയനെ പോലെ വസ്ത്രം ധരിച്ചായിരുന്നു അക്കാലം അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ഹിസ്ബുള്ളയുടെ അടിത്തറ ഇളക്കുന്ന നിർണായക രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ 2 ഉന്നതതല തീവ്രവാദികളെ വധിച്ചു. ഈ ഓപ്പറേഷന് വേണ്ടി അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ചു. 2003 ജൂണിൽ അദ്ദേഹം പരിശീലനം ലഭിച്ച പാരാ കമാൻഡോയായി. 2005 ഡിസംബർ 11-ന് അദ്ദേഹത്തിന് മേജറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ബൽഗാമിൽ ഇൻസ്ട്രക്ടറായി നിയമിതനായ അദ്ദേഹത്തെ കമാൻഡോകളെ പരിശീലിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവിടെ അദ്ദേഹം 2 വർഷം പരിശീലനം നൽകി. തുടർന്ന് മോഹിത് ശർമ്മ 2008-ൽ കശ്മീരിലേക്ക് മാറി. 2009-ൽ ശർമ്മയുടെ യൂണിറ്റ് കുപ്വാരയിൽ തീവ്രവാദികൾക്കെതിരെ തെരച്ചിൽ ശക്തമാക്കി. 2009 മാർച്ച് 21-ന് ഇടതൂർന്ന ഹഫ്രൂഡ വനത്തിൽ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ പിടികൂടാനുള്ള ഓപ്പറേഷൻ നേതൃത്വം മോഹിത് ശർമ്മയ്ക്കായിരുന്നു. പരുക്കൻ ഇലകളിലൂടെ സംഘം രഹസ്യമായി നീങ്ങിയപ്പോൾ തീവ്രവാദികൾ 3 ദിശകളിൽ നിന്നും കനത്ത വെടിവെയ്പ് നടത്തി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ 4 കമാൻഡോകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ സൈനികരെ രക്ഷിക്കാൻ മോഹിത് ഇഴഞ്ഞു നീങ്ങി. തുടർന്ന് 2 കമാൻഡോകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചെടുക്കാൻ അദ്ദേഹം വിജയിച്ചു. തുടർന്ന് അദ്ദേഹം ഗ്രനേഡുകൾ എറിയുകയും
2 തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് നെഞ്ചിൽ വെടിയേറ്റത്. ഗുരുതരമായ പരിക്കുണ്ടായിട്ടും അദ്ദേഹം പിൻവാങ്ങാൻ വിസമ്മതിച്ചു. പകരം ആക്രമണം തുടർന്നു. വീണ്ടും 2 തീവ്രവാദികളെ കൂടി തീർത്തിട്ടാണ് ആ ധീരൻ കീഴടങ്ങിയത്. ഇന്ത്യയുടെ സൂപ്പർ കോപ്പ് എന്നും ജെയിംസ് ബോണ്ട് എന്നും അറിയപ്പെടുന്ന അജിത് ഡോവലിന്റെ ജീവിതകഥയിലെ പല ഏടുകളും ദുരന്തർ സിനിമയിൽ വന്നിട്ടുണ്ട്. ചിത്രത്തിൽ മാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെ ഡോവലാണെന്ന് പറയുന്നു. അജിത് കുമാർ ഡോവൽ എന്ന ഈ 80-ാം വയസ്സിലും ദിവസവും 18 മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ ഒരു സൂപ്പർ സ്പൈ ആയിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി മരണം മുന്നിൽ കാണുന്ന നിരവധി സൈനിക നീക്കങ്ങളിൽ പങ്കെടുത്തയാൾ. മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കിട്ടാതെ പിടിച്ചു നിൽക്കാനും കടലിൽ ഒറ്റപ്പെട്ടു പോയാൽ അതിജീവിക്കാനും ഒക്കെ പരിശീലനം കിട്ടിയ സൂപ്പർ കമാൻഡോ. പാകിസ്ഥാനിലെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഏറെ പ്രകീർത്തിക്കപ്പെട്ടവയാണ്. റാംബോ, ജെയിംസ് ബോണ്ട് സിനിമകളിൽ കാണുന്ന പോലെ അതിസാഹസികമായിരുന്നു അദ്ദേഹത്തിന്റെ ചാരജീവിതം. 7 വർഷം മുസ്ലിമിന്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി പാകിസ്ഥാനിൽ കഴിഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനം. ശത്രുരാജ്യങ്ങളിൽ ഇറങ്ങി നേരിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക ഇന്റലിജൻസ് മേധാവിയാണ് അദ്ദേഹം. ഈ 7 വർഷം കൊണ്ട് ചില ആണവ പദ്ധതികളടക്കം പാകിസ്ഥാന്റെ പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തിയെന്നാണ് പറയുന്നത്. അതിനിടെ പാകിസ്ഥാനിലെ മർമ്മപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും കൈവെള്ളയിൽ രേഖ പോലെ ഹൃദയസ്ഥമാക്കാനും ഡോവലിന് സാധിച്ചു. പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഡോവലിനെയാണ്. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ പിന്തുണ നൽകുന്നുവെന്നും അതിന് പിന്നിൽ ഡോവലാണെന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. കശ്മീരിൽ വിഘടനവാദികൾക്കും ഭീകരർക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഡോവൽ തന്നെ. ഇതുകൊണ്ട് തന്നെ പാക് തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഡോവൽ എന്നും ഉണ്ടായിരുന്നു. ഡോവലിന്റെ പാകിസ്ഥാൻ ഓപ്പറേഷനുകളോട് സാമ്യം തോന്നുന്ന പല രംഗങ്ങളും ചിത്രത്തിലുണ്ട്. ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കോടെ ഡോവൽ ശരിക്കും ഇന്ത്യയുടെ സൂപ്പർ ഹീറോയായി മാറി. പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തി തിരിച്ചു വന്ന ശേഷം ഇന്ത്യ അറിയിച്ചപ്പോഴാണ് രാജ്യം പോലും ആ കാര്യം അറിഞ്ഞത്. പക്ഷേ എല്ലാ കണക്കുകളും കളികളും ജയിക്കുന്ന ആരുമില്ല. ഡോവലിനും പിഴച്ചിട്ടുണ്ട്. ഡോവലിന് പിഴച്ച ഒരു കാര്യമായാണ് 1999 കാണ്ഡഹാർ വിമാന റാഞ്ചൽ ഉണ്ടാവുന്നത്. അന്ന് മസൂദ് അസർ എന്ന കൊടും ഭീകരനെ വിട്ടയച്ചതിന്റെ പേരിൽ പിൽക്കാലത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഡോവലിനെ പ്രതിക്കൂട്ടിൽ കയറ്റാറുണ്ട്. ഈ കാണ്ഡഹാർ ഓപ്പറേഷൻ കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നതും. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാരനെ കുറിച്ചല്ല, ഒരുപാട് സ്പൈ വർക്കുകളുടെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് ഈ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആദിത്യദർ സംവിധാനം ചെയ്ത ധുരന്തർ സിനിമ ഡിസംബർ 5-നാണ് പ്രദർശനത്തിനെത്തിയത്. ഇതിനകം തന്നെ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണവും പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് $500 കോടി നേട്ടത്തിലെത്താൻ ചിത്രത്തിന് സാധിച്ചു. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലുടനീളം ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ ദുരന്തർ റിലീസ് ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അണിയറ പ്രവർത്തകർ റിലീസിന് ശ്രമിച്ചുവെങ്കിലും അധികൃതർ നിഷേധിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചിത്രം അവതരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് വിലക്കിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഭരണകൂട പ്രൊപ്പഗൻഡ സിനിമയാണെന്നും പാക് വിരുദ്ധ സിനിമയാണെന്നുമുള്ള വിമർശനങ്ങൾ പാക് അനുകൂല വൃത്തങ്ങളിൽ ശക്തമാണ്. മുമ്പ് സമാന വിഷയം കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾക്ക് ഗൾഫ് മേഖലയിൽ റിലീസിന് അനുമതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. 2024 ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ ചിത്രം ഫൈറ്ററിനും UAE ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. കൂടാതെ അക്ഷയ് കുമാറിന്റെ സ്കൈ ഫോഴ്സ്, ജോൺ എബ്രഹാമിന്റെ ദി ഡിപ്ലോമാറ്റ് എന്നിവയ്ക്കും ചില ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും ദുരന്തറിന് ഒരു വിഭാഗത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിടുന്നുണ്ട്. ചിത്രത്തിനെതിരെ ആസൂത്രിത ഡീഗ്രേഡിംഗ് സ്വഭാവമുണ്ടെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ വിമർശിച്ചിരുന്നു. സിനിമാ മേഖലയിൽ നിന്നും ചിത്രം എതിർപ്പ് നേരിട്ടു. ആദ്യ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു സിനിമാ വിദ്യാർത്ഥി എന്ന നിലയിൽ ദുരന്തർ ഇഷ്ടപ്പെട്ടുവെങ്കിലും ചിത്രത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വിയോജിക്കുന്നുവെന്ന് ഹൃതിക് കുറിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും എക്സിലും ഇൻസ്റ്റഗ്രാമിലും രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, മാധവൻ തുടങ്ങിയവരുടെ പ്രകടനങ്ങളെയും മേക്കപ്പ് ടീമിനെയും വാഴ്ത്തി പോസ്റ്റിട്ടു. ഈ പോസ്റ്റിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദുരന്തന്റെ രാഷ്ട്രീയം എന്തായാലും അത് ഇന്ത്യ വിരുദ്ധമല്ല, അത് പാക് വിരുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പാകിസ്ഥാനാണ് ഭീകരതയെ പാലോട്ട് വളർത്തുന്നത് എന്നത് ഇന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ തൊടുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയിലെ തന്നെ ഒരു വിഭാഗവും പൊള്ളുന്നത് എന്തിനാണെന്ന ചോദ്യവും പ്രസക്തമാണ്. ദുരന്തർ സിനിമ പറയുന്നതിനേക്കാൾ ഏറ്റവും മാരകമായ പല രാഷ്ട്രീയ നാടകങ്ങളും ഇന്ത്യയിൽ മുമ്പ് നടന്നതായി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി രഹസ്യാന്വേഷണ ഏജൻസികളൊന്നും വേണ്ട എന്ന് വിശ്വസിച്ചിരുന്ന അഹീം ജവാദ് ആയിരുന്നു. അങ്ങനെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടതിനെ തുടർന്ന് റോ തലവൻ തന്നെ രാജിവെച്ചു. ഏറ്റവും ഭീകരമായ ഒരു ആരോപണം പാകിസ്ഥാന്റെ ആണവ നിലയത്തെപ്പറ്റി ഇന്ത്യൻ ചാരന്മാർ കണ്ടെത്തിയ വിവരം മൊറാർജി ഒരു സംഭാഷണത്തിനിടെ പാക് പ്രസിഡന്റിനോട് പറഞ്ഞു എന്നതാണ്. ഇതിന്റെ പേരിൽ പാകിസ്ഥാനിലെ നിരവധി ഇന്ത്യൻ ചാരന്മാർ പിടിക്കപ്പെട്ടു. പലരുടെയും തലപോയി. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാവുന്ന തടയാൻ ഇന്ത്യക്ക് സാധിച്ചുമില്ല.